പ്രതിപക്ഷ നേതാക്കൾ നിലവിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എന്തായാലും ഇന്നത്തെയും നാളത്തെയും സഭാ നടപടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നിയമസഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി സഭ 17-ാം തീയതി മാത്രമാകും ചേരുക. സ്വാശ്രയ വിഷയത്തിൽ സഭ തുടങ്ങിയപ്പോൾ മുതൽ ഇന്നും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളത്തിനാണ് സഭ സാക്ഷിയായത്. പരിയാരം വിഷയത്തിൽ സർക്കാരിന് പരിമിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം തന്നെയാണ് നിലവിൽ പരിഗണിച്ചത്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ തലവരിപ്പണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഒപ്പം പരിയാരം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. എന്നിട്ടും സമരം തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സ്വാശ്രയ പ്രശ്നം ഒത്തുതീരാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നും ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സഭ വെട്ടിച്ചുരുക്കി പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞത്. നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നതിന് അവാർഡ് കൊടുക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി കക്ഷി നേതാക്കന്മാരുമായും സ്പീക്കറുടെ ചേംബറിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം ഞങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നിയമസഭയുടെ ഗേറ്റിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ ഫസൽ ഗഫൂറിന്റെ അഭിപ്രായം പുറത്തു വരുന്നത്. 40,000 രൂപ ഫീസ് കുറച്ചാലും മാനേജ്മെന്റിന് ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഫസൽ ഗഫൂറുമായി സംസാരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്, മറ്റ് സ്വാശ്രയ മാനേജ്മെന്റുകൾക്കും ഇതേ അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഞാനും മുനീറും കൂടി മുഖ്യമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുത്തത്. 3 മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ 3 മണിക്കോടെ പോയി. മുഖ്യമന്ത്രി വളരെ സൗഹാർദ്ദപരമായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകം, അവർക്കങ്ങനെ കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ സർക്കാരിന് എന്താണ് എതിർപ്പ് എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറയില്ല എന്നൊന്നും അദ്ദേഹം അവിടെ പറഞ്ഞില്ല. അവർ കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ സർക്കാരിന് പ്രശ്നമില്ല എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. അതേ തുടർന്ന് മുഖ്യമന്ത്രിയാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധികളെ വിളിച്ചത്. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഇവിടെ യോഗം ചേർന്ന് ഫീസ് കുറയ്ക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഫീസ് കുറയ്ക്കുന്ന 40,000 രൂപ വരെ കുറയ്ക്കാം. മെറിറ്റ് സീറ്റിൽ 2.5 ലക്ഷമുള്ള മെറിറ്റ് സീറ്റിൽ 40,000 കുറയ്ക്കാം. കുറയ്ക്കുന്നത് സ്കോളർഷിപ്പായിട്ടോ സബ്സിഡി ആയിട്ടോ ആകാം. കാരണം നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത സാഹചര്യത്തിൽ ഫീസ് അതേ രീതിയിൽ കുറയ്ക്കുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന നിയമ തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് ആകാം, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സബ്സിഡി ആകാമെന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായും സംസാരിച്ചു. അവർ രണ്ടുപേരോടുമുള്ള സംസാരത്തിൽ 40,000 രൂപ ഫീസ് കുറച്ച് അത് സ്കോളർഷിപ്പായി കുറയ്ക്കാമെന്നാണ് സമ്മതിച്ചത്. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് 4 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ഈ 40,000 രൂപയുടെ ഇളവ് കൊടുക്കണം എന്നുള്ളതാണ്. അതവർ സമ്മതിക്കാതെ അത് 3 ലക്ഷം രൂപയാക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴാണ് അത് ഞങ്ങളുമായി സംസാരിക്കണം എന്നൊരു അഭിപ്രായം അവിടെ ഉയർന്നാണോ എന്നറിയില്ല. അവർ ഞങ്ങളെ വന്ന് കണ്ടു. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങളെല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ അവിടെ വന്നു. ഞങ്ങൾ വിളിച്ചതല്ല, അവരെല്ലാവരും കൂടി അവിടെ വന്നു.
30ഓളം പേരാണ് വന്നത്. അതിൻ്റെ പുറത്ത് മാധ്യമപ്രവർത്തകന്മാരായ പലരും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റൂമിന് വെളിയിൽ അവർ വന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളൊരു സാമൂഹ്യ പ്രതിബദ്ധത ഈ കാര്യത്തിൽ കാണിക്കണം. 2.5 ലക്ഷം രൂപയുടെ ഫീസ് മെറിറ്റ് വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തുന്ന നടപടി കൂടിപ്പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 4 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നിങ്ങളത് 40,000 രൂപ കുറയ്ക്കാൻ തയ്യാറായാൽ അത് നിങ്ങൾക്കും പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യത വർദ്ധിക്കും. നിങ്ങളൊരു സാമൂഹ്യമായ പ്രതിബദ്ധതയ്ക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ള കാര്യം ഉണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു 3 ലക്ഷം ആകാം, 4 പറ്റില്ല. നിരവധി തവണ ചർച്ചകൾ നടന്ന അവസാനം 3 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 40,000 രൂപയുടെ കുറവ് അവർ പറഞ്ഞത് വാചകം സ്കോളർഷിപ്പ് കൊടുക്കാം എന്നുള്ളതാണ്. കാരണം നിയമതടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടി അങ്ങനെ എഗ്രി ചെയ്തിട്ടാണ്, ഞങ്ങളോടും എഗ്രി ചെയ്തിട്ടാണ് തിരിച്ച് അവർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും വീണ്ടും കാണുന്നത്. അവരുടെ കൂടെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് വളരെ വളരെ നട്ടാൽ കുരുക്കാത്ത നുണയാണ്, തെറ്റാണ്, വാസ്തവവിരുദ്ധമായ കാര്യമാണ്. ചെന്ന ഉടനെ തന്നെ മാനേജ്മെന്റുകളെ അദ്ദേഹം വേറിട്ട് കാണിയത്. നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും അഭിപ്രായം മാറാം എന്ന് പറഞ്ഞ് അവരെ വളരെ മോശമായി അവർക്ക് നേരെ കുതിര കയറിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒറ്റയ്ക്കല്ല, ഒരാളല്ല, 30 പേരിരിക്കുന്ന യോഗത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം അതിലുള്ള ആളുകളോട്. വളരെ മോശമായി അവരോട് പെരുമാറുകയും ആരോഗ്യമന്ത്രിയോടും ആരോഗ്യ സെക്രട്ടറിയോടും അദ്ദേഹം വളരെ പരുഷമായി സംസാരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവർക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവർ നെറ്റിത്തെറിച്ചു പോയി. കാരണം ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ചർച്ച ചെയ്ത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി കരണം മറിയുകയാണ് ഉണ്ടായത്. അദ്ദേഹം നേരെ ഇവരെ വളരെ പരുഷമായ നിലയിൽ സംസാരിച്ച് അങ്ങനെയുള്ള യാതൊരു എഗ്രിമെന്റും എന്നാൽ പിന്നെ മൊത്തം എഗ്രിമെന്റും മാറ്റാം, മാറ്റി നമുക്ക് ആലോചിക്കാം എന്ന നിലയിലെ കാര്യങ്ങൾ ചെന്നപ്പോൾ അവർ അസ്തപ്രജ്ഞരായിപ്പോയി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയാണോ? ഇത് ഒരാളോട് പറഞ്ഞതല്ലല്ലോ, 10-30 പേരുണ്ട്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അവരോട് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും കൂടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റാണ്. ആ എഗ്രിമെന്റ് അട്ടിമറിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആരോഗ്യമന്ത്രിയെ ഞാൻ ആ സന്ദർഭത്തിൽ വിളിക്കുന്നു. അവരെന്നെയല്ല ഞാൻ വിളിച്ചു. കാരണം ഇങ്ങനെ ഒരു സൗഹാർദ്ദതയോടുകൂടി തീരുന്നു എന്നുള്ളത് ഞാൻ വിളിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയും വളരെ സന്തോഷകരമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന്. അപ്പോൾ ഈ വളരെ യോജിപ്പോടുകൂടി തീരേണ്ട ഈ സ്വാശ്രയ സമരം, ആ ഒത്തുതീർപ്പ് പൂർണ്ണമായും അട്ടിമറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് അത് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം എടുത്ത നിലപാട് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാത്രവുമല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയോടും സെക്രട്ടറിയോടും അദ്ദേഹം വളരെ പരുഷമായി തന്നെയാണ് സംസാരിച്ചതെന്നാണ് ഞങ്ങൾക്ക് ഒരു ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ആ ഒരു നടപടി ഒട്ടും ജനാധിപത്യത്തിന് ഭൂഷണമായ ഒന്നല്ല. ഞങ്ങൾ 11 മണിക്ക് UDF യോഗം ചേരുന്നുണ്ട്. ചേർന്ന് മറ്റ് ഭാവി പരിപാടികൾ തീരുമാനിക്കും. ഈ പ്രശ്നത്തിൽ വളരെ വിശദമായി പ്രതിപക്ഷ നേതാവ് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ മുതൽ ഈ ചർച്ചയിൽ ഞാനുണ്ട്. 2-3 ദിവസം പാർട്ടി കാര്യങ്ങൾക്കായി പുറത്തായിരുന്നു. അന്ന് മുനീറായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ ചർച്ചയിലൊക്കെ. അപ്പോൾ ഇന്നലെ മാനേജ്മെൻറ്റുകൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. അവർ
ഫീസ് കുറച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. പിന്നെ അവർ വാർത്താമാധ്യമങ്ങളിൽ വന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ശരിയായ നടപടിയല്ല. അവരവിടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അവർ മാറ്റി പറയുക എന്നുള്ളത് ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തി പിന്നെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് അവസാന തീരുമാനം എടുത്ത് നമ്മളടുത്ത് വന്നാൽ മതിയല്ലോ. നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവർ സ്റ്റാൻഡ് എടുത്തിട്ട് പിന്നെ മാനേജ്മെൻറ്റുകൾ അതിൽ നിന്ന് മാറി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇങ്ങനെ ഒരു പര്യവസാനത്തിലേക്ക് പോകേണ്ടതല്ല. കാരണം ചർച്ചയിലൂടെ പരിഹരിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രയോജനം കിട്ടുമായിരുന്നത്, ഇത് പ്രസ്റ്റീജാക്കേണ്ട വിഷയമല്ല, കിട്ടുമായിരുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്, പഠിക്കുന്ന കുട്ടികൾക്കാണ്. ആ ഗൗരവത്തോടു കൂടി ഇതിനെ കാണുകയായിരുന്നു വേണ്ടത്. ഒരു ധാരണക്ക് ഉള്ള ഒരു സാഹചര്യം വന്നിട്ട് പിന്നെ ഗവൺമെൻറ് അതിൽ നിന്ന് പുറകോട്ട് പോയത് വളരെ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അതിനെ സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ജോലി ചെയ്തു, ഈ വിഷയം കൊണ്ടുവന്നു, അത് ന്യായമാണെന്ന് തെളിയിച്ചു. അത് ന്യായമാണ് എന്ന് മാനേജ്മെൻറ്റിന് ബോധ്യമുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞതല്ലോ, അവർ തന്നെ പത്രസമ്മേളനത്തിലും പറഞ്ഞു. എന്തായാലും സ്വാശ്രയ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അത് അട്ടിമറിച്ചത് മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ. വളരെ പൗരുഷമായി തന്നെയാണ് മുഖ്യമന്ത്രി മാനേജ്മെന്റ് പ്രതിനിധികളോട് പ്രതികരിച്ചത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് നിലവിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്.